കണ്ണൂരിൽ കുമ്പസാരക്കുടിൽ സൂക്ഷിച്ചിരുന്ന വിശുദ്ധ വസ്ത്രമായ ഊറാറ സാമൂഹ്യ വിരുദ്ധരെടുത്ത് ശുചിമുറിയിലിട്ട സംഭവത്തിൽ പ്രതിഷേധം ശക്തം. ചെമ്പൻതൊട്ടി സെന്റ് ജോർജ് ഫെറോന പള്ളിയിലാണ് സംഭവം. ഒരു ഊറാറ മോഷണം പോവുകയും ചെയ്തു. സംഭവത്തിൽ പള്ളി അധികാരികൾ പോലീസിൽ പരാതി നൽകി. കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവം. വൈദികൻ കുർബാന സമയത്തും കുമ്പസാര സമയത്തും ഉപയോഗിക്കുന്ന വിശുദ്ധ വസ്ത്രമാണ് ഊറാറ. ചെമ്പൻതൊട്ടി സെന്റ് ജോർജ് ഫെറോന പള്ളിയിലെ ഈ വിശുദ്ധ വസ്ത്രമാണ് സാമൂഹ്യ വിരുദ്ധർ എടുത്തുകൊണ്ടുപോയി ശുചിമുറിയിലിട്ടത്. മറ്റൊന്ന് മോഷ്ടിച്ചുകൊണ്ടു പോവുകയും ചെയ്തു. വിശ്വാസികളെ മനഃപൂർവ്വം അവഹേളിക്കാനാണ് വിശുദ്ധ വസ്ത്രം ശുചിമുറിയിൽ കൊണ്ടിട്ടതെന്നും അത് അംഗീകരിക്കാനാകില്ലെന്നും പള്ളി വികാരി വ്യക്തമാക്കി. ഇപ്പോഴും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഏറ്റവും വിഷമകരമായിട്ട് തോന്നിയൊരു കാര്യം, ഞങ്ങൾ ഔദ്യോഗികമായിട്ട് എല്ലാ കർമ്മങ്ങളും നടത്താൻ ഉപയോഗിക്കുന്ന ഊറാറ എന്ന ഞങ്ങളൊരു വിശുദ്ധ വസ്ത്രം അവിടുന്ന് എടുത്തുകൊണ്ട് പോയി, രണ്ടെണ്ണം എടുത്തുകൊണ്ട് പോയി. ഒന്ന് ഞങ്ങൾക്ക് അതിന് ശേഷം 2 ദിവസം കഴിഞ്ഞപ്പോൾ നമ്മൾ ടോയ്ലറ്റിൽ ടോയ്ലറ്റിലെ ക്ലോസറ്റിൽ കിടന്ന് കിട്ടുകയുണ്ടായി. ബാക്കി അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഒരു വിഷമമായിട്ട് തോന്നിയത്. കാരണം എന്ത് നമ്മളെ അവഹേളിക്കാൻ, അല്ലെങ്കിൽ അത് ടോയ്ലറ്റിൽ കൊണ്ടുവിടത്തില്ല. കാരണം വേറെ എവിടെ മാറ്റിയിട്ട് അതിന് അറിവില്ലായ്മ കൊണ്ട് ചെയ്തതാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. പക്ഷേ ഇത് നമ്മുടെ ടോയ്ലറ്റിൽ കൊണ്ടുവിടുമ്പോൾ അറിവില്ലാതെ ചെയ്താൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. അതേസമയം പ്രദേശത്ത് ഉപജില്ലാ കലോത്സവം നടക്കുന്ന സമയത്ത് പ്രാർത്ഥിക്കാൻ സ്ഥലം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ചിലർ പള്ളിയുടെ ഭാഗമായ കന്യാസ്ത്രീ മഠത്തിൽ എത്തിയിരുന്നു. എന്നാൽ സ്ത്രീകൾ മാത്രം താമസിക്കുന്ന സ്ഥലമായതുകൊണ്ട് ഇതിന് അനുവാദം നൽകിയിരുന്നില്ല. തുടർന്ന് ഇക്കൂട്ടർ അവിടെ ബഹളം വയ്ക്കുകയും മോശമായി സംസാരിക്കുകയും ചെയ്തിരുന്നു. ഈ സംഭവവും വിശുദ്ധ വസ്ത്രം അപമാനിക്കപ്പെട്ടതും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന സംശയവും ഉയരുന്നുണ്ട്. എന്നാൽ CCTV ഫുട്ടേജിൽ കുമ്പസാരക്കൂടിന്റെ ഭാഗം പെടാത്തതുകൊണ്ട് ആരാണ് വിശുദ്ധ വസ്ത്രം എടുത്തുകൊണ്ടുപോയി ശുചിമുറിയിലിട്ടത് എന്ന് തിരിച്ചറിയുവാൻ കഴിഞ്ഞിട്ടില്ല. ജനം, കണ്ണൂർ.